മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ 2024 പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനുള്ള പ്രസിഡൻഷ്യൽ പ്രൈമറി ബാലറ്റിൽ നിന്നും നീക്കം ചെയ്തു. മെയിൻ സംസ്ഥാനത്തിന്റെ പ്രൈമറി ബാലറ്റിൽ നിന്നാണ് ട്രംപിനെ ഒഴിവാക്കിയത്. സ്റ്റേറ്റ് സെക്രട്ടറി ഷെന്ന ബില്ലാസിന്റേതാണ് തീരുമാനം. 2021 ക്യാപിറ്റോൾ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഐസൻ, ഇനി ഡൊണാൾഡ് ട്രംപിന്റെ മത്സര സാധ്യതകൾ എത്രത്തോളമാണ്? തീർച്ചയായും ഡൊണാൾഡ് ട്രംപിന്റെ ഓരോ സ്റ്റേറ്റിലെയും മത്സര സാധ്യതകൾ മങ്ങുന്നു എന്നാണ് ഈ മെയിനിലെ സംഭവ വികാസത്തോടുകൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പാണ് കൊളറാഡോ കോടതിയിലും സമാനമായ ഈ ഒരു സംഭവമുണ്ട്, ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അതായത് 2021 ജനുവരിയിൽ ക്യാപിറ്റോൾ ഹിൽസിൽ നടന്ന കലാപശ്രമത്തിന് സമാനമായ നീക്കത്തിന് ഇൻസർജൻസ് എന്ന് കൃത്യമായി വ്യാഖ്യാനിക്കപ്പെടുന്ന അമേരിക്കൻ അമേരിക്കൻ നിയമസംഹിതയിലെ തെറ്റായ ഒരു പ്രവണത, ജനാധിപത്യത്തിനെതിരായ ഒരു പ്രവണതയ്ക്ക് നേതൃത്വം നൽകി എന്നാണ് ട്രംപിനെതിരായി ആരോപിക്കപ്പെടുന്ന കുറ്റം. അതീവ ഗുരുതരമായ ഒരു കുറ്റമാണിത് എന്നാണ് അമേരിക്കൻ ഭരണഘടനയുടെ 14ാം ഭേദഗതി പറയുന്നത് എന്നാണ് വളരെ കൃത്യമായി ഈ രണ്ട് കോടതികളും, നേരത്തെ കൊളറാഡോ കോടതിയിലും ഉണ്ടായതും ഇന്നിപ്പോൾ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നതുമായ രണ്ട് വിധികളിലും പറയുന്നത് സമാനമായ ഒരേ കുറ്റകൃത്യം ട്രംപിന്റെ തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്ന രീതിയിൽ തന്നെ തെരഞ്ഞെടുപ്പ് മത്സരത്തെ പ്രധാനമായി ബാധിക്കുന്നതിന് തന്നെ കാരണമായേക്കാവുന്ന രീതിയിലാണ് പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഈ സമാനമായ സംഭവം ഒരു പ്രസിഡൻഷ്യൽ കാൻഡിഡേറ്റ്, അതായത് രാജ്യത്തിനെതിരെ യുദ്ധം ചെയ്യുന്നതിനോ അല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ യുദ്ധത്തിന് സമാനമായ കലാപങ്ങൾക്ക് നേതൃത്വം നൽകുകയോ ചെയ്യുന്ന ഒരു വ്യക്തി പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിന് യോഗ്യനല്ല എന്ന് വളരെ കൃത്യമായ അമേരിക്കൻ ഭരണഘടന പറയുന്നതും സമാനമായ സംഭവം, ഇത്തരത്തിലൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിനെ പ്രതികൂലമായി ബാധിക്കുന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക ബാലറ്റിൽ നിന്നാണ് രണ്ടിടത്തിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. സ്വാഭാവികമായും US സുപ്രീം കോടതിയിൽ ഇതിനെ പ്രസിഡന്റിനെ ചലഞ്ച് ചെയ്യാവുന്നതാണ്, അത് എതിരെ അപ്പീൽ നൽകാവുന്നതാണ്. കൊളറാഡോ കോടതിയുടെ വിധിയെ സംബന്ധിച്ച് അപ്പീൽ നൽകിയിട്ടുണ്ട്. ഈ കാര്യത്തിലും ഒരു അപ്പീൽ നൽകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി തെരഞ്ഞെടുപ്പിനുള്ള സാധ്യതകൾ മങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ ഡെമോക്രാറ്റിക്കായ അല്ലെങ്കിൽ കൂടുതൽ ശക്തമായ ഒരു ജനാധിപത്യ വികാരം നിലനിൽക്കുന്ന ഒരു രാജ്യമായതുകൊണ്ട് തന്നെ ജനാധിപത്യ വിരുദ്ധമായ നീക്കങ്ങൾക്ക് വൻ തിരിച്ചടി സമൂഹത്തിൽ നിന്നുണ്ടാകും എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ് അമേരിക്കയുടെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിനെ സാങ്കേതികമായും നിയമപരമായും നേരിട്ട് ഏതെങ്കിലും തരത്തിൽ ഈ വിധികളെല്ലാം ഒഴിവാക്കാൻ സാധിക്കുകയാണ് എങ്കിൽ കൂടി തെരഞ്ഞെടുപ്പിൽ അത് പ്രതികൂലമാകും എന്നത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ശരി.